Is there any good places to visit nearby? Há algum lugar bom para visitar nas proximidades? A Quinta do Lago, Val do Lobo, Vila Moura. I have to learn Portuguese. നമസ്കാരം സുഹൃത്തുക്കളെ, മലയാളം പോയിന്റിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പോർച്ചുഗലിലെ ഒരു ടിപ്പിക്കൽ എയർബിഎൻബി ഹൗസ് എങ്ങനെ ഇരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡ്. സോ ഒരു വലിയൊരു പൂളും പിന്നെ അത്യാവശ്യം കുറേ ഇരിക്കാൻ പറ്റിയ സൺ ലോഞ്ചേഴ്സും ഉള്ള പൂളും ബാക്ക് യാർഡും ഉള്ള സ്പേസാണിത്. പോർച്ചുഗലിലെ അൽമാൻസിൽ, അൽഗാർവെ റീജിയൻ്റെ അൽമാൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5000-ന് മേളിൽ 6000-ഓളം സ്ക്വയർ ഫീറ്റുള്ളൊരു വലിയ വീടാണ്. അപ്പം നമ്മുടെ ബാക്ക് യാർഡിന് അവിടെ നോക്കിക്കഴിയുമ്പോൾ താഴെ ഒരു ലെവൽ താഴെയാണ് ഈ ഗാർഡൻ ഉള്ളത്. നമ്മുടെ ചുറ്റുപാടൊക്കെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മുടെ ബാക്ക് യാർഡ് തന്നെ കയറി വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു വരാന്ത പോലെ ഒരു പുറകിലൊരു സ്ഥലമുണ്ട്. അവിടെ 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ ചെയറുണ്ട്. അവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടും ആ റീജിയനൊക്കെ കാണാൻ പറ്റും. ഒത്തിരി ബഹളമൊന്നുമില്ലാത്ത, ഒത്തിരി തിരക്കൊന്നുമില്ലാത്ത വളരെ ഗ്രാമീണമായിട്ടുള്ളൊരു വ്യൂ ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഫുള്ളി ടൈലിട്ട ഈ ബാക്ക് യാർഡിൽ തന്നെ പൂളിന് പുറമെ നമുക്ക് അവിടെ സൺ ലോഞ്ചേഴ്സ്, 10-12 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ഗസീബോ, പിന്നെ ഫുള്ളി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു സെറ്റപ്പും പിന്നെ ഒത്തിരി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ടേബിൾ ടെന്നീസിൻ്റെ ഗെയിം ബോർഡും എല്ലാമുള്ള ഒരു സെറ്റപ്പാണ് അവിടെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഗാർഡൻ. ഇരുവശങ്ങളിലുമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല രീതിയിലാണ് അവർ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ കയറി വരുമ്പം ഉള്ള ഒരു മാസീവ് വ്യൂ ആണ്, നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് തന്നെ. നമ്മുടെ റൈറ്റ് സൈഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത സ്ഥലത്ത് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു ചെറിയൊരു കൊച്ചു വീട് പോലെ ആക്കിയിട്ട് അവർ ഗ്രില്ലും അതിൻ്റെ സാമഗ്രികളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കൽക്കരി മേടിച്ച് ബാർബിക്യൂ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ സൈഡിലൊരു ട്രാമ്പലിനുണ്ട്, പിള്ളേർക്കെല്ലാം ചാടി കളിക്കാൻ വേണ്ടി ഒരു ട്രാമ്പലിൻ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻട്രൻസിലൂടെ, മെയിൻ എൻട്രൻസിലൂടെ കയറി വരുന്നൊരു വ്യൂ ആണിത്. നമ്മൾ കയറി ചെല്ലുന്ന തന്നെ മെയിൻ ഫോയറിലേക്കാണ്. അത്യാവശ്യം നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ആട്ടോ അത്. ഡബിൾ സീലിംഗ് ഹൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അപ്പം അവിടുന്ന് മേളിലേക്കുള്ള സ്റ്റെയർസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ റൂമിലേക്കുള്ള ആക്സസ് ആണ്. അപ്പം നമുക്ക് യൂട്ടിലിറ്റി റൂം മുതൽ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഇതാണ് ലിനൻ റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം. ഇത് തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ വലിയൊരു ലിവിങ് റൂമിൻ്റെ വലിപ്പം. അതിനകത്ത് അവർ അത്യാവശ്യമുള്ള ലിനൻസും സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അയൺ ബോക്സും അയൺ ബോർഡും വാഷിംഗ് മെഷീനും എല്ലാം ഈ റൂമിനകത്താണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വരുന്നത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റാണ്. ഇത് താഴത്തെ ഒരു കോമൺ ടോയ്ലറ്റ് ബാർ ഷവർ റൂമാണ്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഏറ്റവും മോഡേൺ ടെക്നോളജിയിൽ വളരെ സ്റ്റൈലായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നു. പിന്നെ അവിടെ നമ്മൾ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്, മെയിൻ കിച്ചൺ. അപ്പോൾ ഈ കിച്ചണിനകത്ത് നമുക്ക് എല്ലാ എക്യുപ്മെൻ്റ് അടക്കം വളരെ സൗകര്യമുള്ളൊരു കിച്ചനാണ്. അപ്പോൾ ഇവിടുന്ന് കിച്ചനകത്തുനിന്നും പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നല്ല വ്യൂ ഉണ്ട്. ഫ്രണ്ടും സൈഡും പുറകത്തെ ബാൽക്കണിയിൽ നിന്ന് കിട്ടിയ സെയിം വ്യൂ ഉണ്ട്. ഈ മെയിൻ കിച്ചനകത്ത് നമ്മുടെ ഏറ്റവും വളരെ എക്യുപ്പ് ചെയ്തേക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും ഉള്ള കിച്ചനാണ്. നമ്മുടെ ഒരു 5 ഹോബുള്ളൊരു ഗ്യാസ് ഹോബുണ്ട്. പിന്നെ ഡിഷ് വാഷറുണ്ട്, മെയിൻ ഓവനുണ്ട്, മൈക്രോവേവ് ഓവനുണ്ട്. പിന്നെ കബോർഡ്സുകളായിട്ടുള്ള എല്ലാ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗ്ലാസ്സുകൾ, പാത്രങ്ങൾ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കപ്സും ജഗ്സും പിന്നെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റീസ് എല്ലാം ഓരോരോ കബോർഡിനകത്ത് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒന്നിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിനും നമ്മൾ രാത്രിയൊക്കെ താമസിച്ചാൽ വരുന്നെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്കോ ഇല്ല 2-3 ഫാമിലിക്ക് കുക്ക് ചെയ്യാനുള്ള എല്ലാ കുക്കിംഗ് സാമഗ്രികളും എക്യുപ്മെൻറ്റ്സും ഉള്ള ഒരു വീടാട്ടോ. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു കൊച്ചി യൂട്ടിലിറ്റി റൂമുണ്ട്. അവിടെ ഒരു സെക്കൻഡ് ഫ്രിഡ്ജുണ്ട്. പിന്നെ അത്യാവശ്യം കടയിൽ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി കവറുകളും സാധനങ്ങളും കുറച്ച് ബ്ലെൻഡറും മിക്സിയും സാധനങ്ങളെല്ലാം ആ കൊച്ചു റൂമിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ കിച്ചണിൻ്റെ കുക്കിംഗ് ഏരിയ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് കം ലിവിങ് സ്പേസ്. അപ്പോൾ ഇവിടെ ഒരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു വലിയൊരു ഡൈനിങ് ടേബിളും ചെയേഴ്സും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്കൊരു 3-4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫയുണ്ട്. അപ്പം നമ്മൾ ഈ ബാക്കിലെ ഡോറും ഈ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഒരു കൊച്ചു TV ഒക്കെ ആയിട്ടാണ് ഈ കുഞ്ഞ് സ്പേസ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഈ ഡബിൾ ഡോറിലൂടെ നമ്മൾ മെയിൻ ഫോയറിലേക്ക് വീണ്ടും കയറുന്നു.
അപ്പം ഈ ഫോയറിൽ തന്നെ നമുക്ക് 2 സ്ഥലത്തായിട്ട് 2 കൊച്ചു സോഫകൾ ഇട്ടിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫയുണ്ട്. ഒരു കോർണറിലായിട്ടൊരു കൊച്ചു ടേബിളും അവിടെ ഒരു ഫോണും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോയറിൽ തന്നെ നമുക്കൊരു ടേബിൾ സോക്കറിൻ്റെ ഒരു ഗെയിം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു അടിപ്പൻ ഗെയിം തന്നെയാണ് ടേബിൾ സോക്കർ. ഞങ്ങൾക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുന്ന് നമ്മൾ ഫ്രണ്ട് എൻട്രൻസിലേക്ക്, ഫ്രണ്ട് എൻട്രൻസിൻ്റെ ഡോറാണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ, ലിവിങ് റൂമിൽ നിന്നുള്ള ഫ്രണ്ടിലേക്കുള്ള വ്യൂ. 5 ബെഡ്റൂമുള്ള ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമാണിത്. താഴെ തന്നെ ഉള്ളതാണ്. ഒരു കിങ് സൈസ് കട്ടിലും എല്ലാ കബോർഡുകളും സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഓൺ സ്വീറ്റ് ടോയ്ലറ്റാണിത്. നല്ല വൃത്തിയും നല്ല സൗകര്യമുള്ളൊരു നല്ല അടിപ്പൻ ടോയ്ലറ്റ് കേട്ടോ. ഈ ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂമും കൂടി ഉണ്ട്. നമ്മൾ മെയിൻ ഫ്ലോറിലേക്ക് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് ബെഡ്റൂം നമ്പർ 2. നല്ല വലുപ്പമുള്ള ഒരു കിടിലൻ ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ പറയേണ്ടത് ഈ ബെഡ്റൂംസ് എല്ലാം, ഈ വീട് മുഴുവൻ ഫുള്ളി എയർ കണ്ടീഷൻഡാണ്. പോർച്ചുഗൽ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരുന്നു, എല്ലാം എയർ കണ്ടീഷനാണ്. അപ്പോൾ ഇതിനകത്തൊരു വാക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്. മാത്രമല്ല ഈ റൂമും ഓൺ സ്വീറ്റാണ്. ഇതിൻ്റെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ടോയ്ലറ്റാണ്. നിയർലി ഒരു ബെഡ്റൂമിൻ്റെ സൈസിൻ്റെ വലിപ്പമുള്ളൊരു ടോയ്ലറ്റ് വിത്ത് ബേത്തും ഷവറും ഉള്ള ടോയ്ലറ്റാണ്. ഇവിടെ നമുക്കിനി 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. അപ്പം എഗെയിൻ ഒത്തിരി വലിപ്പമുള്ള വളരെ സൗകര്യമുള്ള ഒരു ബെഡ്റൂം. താഴെ തന്നെ വിത്ത് ഓൺ സ്വീറ്റ് ടോയ്ലറ്റും വാക്ക് ഇൻ വാർഡ്രോബും ഉണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ്. ഇവിടുന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഗാർഡനിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ഫെസിലിറ്റി ഉണ്ട്. ഒരു വലിയ ഡബിൾ ഫ്രഞ്ച് ഡോർ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ആ ഗസീബോ ഇരിക്കുന്ന പാർട്ടിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ആ പുറത്ത് ഇരിക്കാൻ വേണ്ടി ഒരു ചെയറും സംഭവങ്ങളെല്ലാവരും വെച്ചിട്ടുണ്ട്. ഒരു 2-3 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു റട്ടൻ്റെ ഒരു ബെഞ്ച് ഇരിപ്പുണ്ട്. ഇതാണ് താഴത്തെ 3 ബെഡ്റൂംസ്. ഇനി നമുക്ക് ഫോയർ വഴി നമുക്ക് മെയിൻ ലിവിങ് റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് താഴത്തെ മെയിൻ ലിവിങ് റൂം കേട്ടോ. ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആട്ടോ. നിയർലി ഒരു 7-8 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കോർണർ സോഫയും ടിവിയും, അതുകൂടാതെ അതിൻ്റെ പുറകെ വേറൊരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കൗച്ചും, ഒരു എക്സസൈസ് ബൈക്കും, പിന്നെ 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കൊച്ചു ടേബിളും ഉണ്ട് ഈ ലിവിങ് സ്പേസിൽ. ഇവിടെ തന്നെയാണ് വേറൊരു ഡബിൾ ഫ്രഞ്ച് ഡോർ വഴി നമുക്ക് ബാക്ക് യാർഡിലേക്കും പൂളിലേക്കുമുള്ള ആക്സസ് ഈ ലിവിങ് റൂം. ഇതിൻ്റെ പുറത്തുള്ള ഈ വരാന്തയിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ കുറേ ചെയർസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗസീബോ. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന റൗണ്ട് ടേബിളും അതിൻ്റെ ചെയർസും, ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഡോർ സോഫയും, ഒരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിളും ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ 2-3 ഫാമിലീസ് വരുമ്പോൾ നമുക്കിവിടെ വൈകുന്നേരം വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത്. അപ്പം നല്ലൊരു സെറ്റപ്പാണ്. സോ മെയിൻ ഫോയറിന്ന് സ്റ്റെയർസ് വഴി മേളിൽ ചെല്ലുമ്പം ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് 2 ബെഡ്റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡബിൾ സീലിംഗ് ഹൈറ്റ് ഉള്ളതിനാൽ നല്ലൊരു വ്യൂ തന്നെ കേട്ടോ. നമുക്ക് ഇവിടുന്ന് താഴെയുള്ളൊരു നല്ല വ്യൂ കിട്ടും. അതുകൂടാതെ ഒത്തിരി യൂട്ടിലിറ്റി റൂംസൊക്കെ ഉണ്ട് അവിടെ ഇവിടെയായിട്ടും. ഇപ്പം മേളത്തെ ലാസ്റ്റ് ബെഡ്റൂം നമ്പർ 5 ഇവിടെയാണ്. ഇവിടെ ഏകദേശം അവരൊരു 4-5 ബെഡ് ഇട്ടിട്ടുണ്ട്. ഈ 2 ബെഡ്റൂംസും നമുക്ക് പുറത്തേക്ക് ബാൽക്കണി ഉണ്ട്, നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മലയാളം പോയിൻ്റിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതോടും വരെ നന്ദി, നമസ്കാരം.